ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വയറിങ്ങിൻ്റെ ചെയ്ത സമയത്താണെങ്കിലും പ്ലാസ്റ്റിങ്ങിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഓരോ സ്വിച്ച് ബോർഡുകളും കറക്റ്റ് ചെയ്യാൻ. കാരണം വേറെ ഒന്നുമില്ല, മോഡുലാർ ടൈപ്പ് സ്വിച്ച് ബോർഡുകൾ വരുന്നതെല്ലാം തന്നെ ഈ സ്വിച്ച് ബോർഡിൽ നിന്നും, അതായത് അകത്തിരിക്കുന്ന മെറ്റൽ ബോക്സിൽ നിന്നും കൂടി വന്ന 2 mm 1 mm മാത്രമേ പ്രൊജക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് തേക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ സ്വിച്ച് ബോർഡിൻ്റെ സെയിം ലെവലിലായിരിക്കണം പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ചെയ്തിടേണ്ടത്. അതല്ലാത്ത പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡ് ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഈ സൈഡൊക്കെ തേച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് കണ്ടോ, ഒരു കോണാകൃതിയിൽ ഒരു ചരിച്ച് ലെവലിലാണ് തേച്ചിരിക്കുന്നത്. പണ്ടത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹൈലൈറ്റ് ഷീറ്റ്, അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെയാണെങ്കിൽ ഹൈലൈറ്റ് ഷീറ്റ് ടൈപ്പും അതുപോലെ തന്നെ PVC-യിൽ ഉറപ്പിക്കുന്ന ടൈപ്പുള്ള ഷീറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അതായത് കുറച്ചുകൂടി വലിപ്പമുള്ള ഷീറ്റുകളാണ് വരുന്നത്. അത്തരം ഷീറ്റുകൾ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വെക്കുന്നത് ഒരു ഭയങ്കര വലിപ്പം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും തന്നെ സെലക്ട് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന മോഡുലാർ ടൈപ്പ് കറക്റ്റ് ലെവലിലുള്ള അതേ ലെവലിൽ വരുന്ന, അതായത് ആ ഷീറ്റിൻ്റെ അതിൻ്റെ അകത്തിരിക്കുന്ന ബോക്സിൻ്റെ ലെവലിൽ വരുന്ന കറക്റ്റ് ഷീറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത്, സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സിൻ്റെ അകത്തേക്ക് ഈ ഷീറ്റുകളെല്ലാം കയറിപ്പോവും, ഉള്ളിലേക്ക് കയറിപ്പോവും. പിന്നെ അതിന് എക്സ്ട്രാ വരുന്ന ഷീറ്റ് നമ്മൾ ഇടാൻ സമയത്ത് അതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് വീഴില്ല. അതുമാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിനിഷിങ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ തേക്കാത്ത സ്ഥലങ്ങൾ കണ്ടോ, ഈ തേക്കാത്ത സ്ഥലങ്ങളിലെ ഗ്യാപ്പ് കാണാൻ സാധിക്കും. ഗ്യാപ്പ് കണ്ട് പിന്നീട് നമ്മൾ പുട്ടി കാര്യങ്ങളായിട്ട് ക്ലിയർ ചെയ്യുകയാണെങ്കിലും നമ്മളൊരു സ്വിച്ചോ കാര്യങ്ങളോ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് അത് മാറ്റുന്ന സമയത്ത് ആ പൊട്ടി ഉൾപ്പെടെ മൊത്തം പൊളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. പല വീടുകളിലും ഫിനിഷിങ് സ്റ്റേജുകളിലാണ് ഈ സംഭവം ശ്രദ്ധിക്കപ്പെടാറ്. ഫിനിഷിങ് സ്റ്റേജ് ആയി കഴിയുമ്പോൾ, അതായത് നമ്മുടെ പറയുന്ന വീടിൻ്റെ വെഞ്ചിരിപ്പ് കാര്യങ്ങൾക്ക് 2-3 ദിവസം മുന്നായിരിക്കും നമുക്ക് ഈ സംഭവം പെട്ടെന്ന് പിടികിട്ടുള്ളൂ. കാരണം സ്വിച്ച് ബോർഡ് കടയ്ക്കുന്ന സമയമൊക്കെ ഏകദേശം ആ ടൈമിലായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതുപോലെ ഇത്രയും ഗ്യാപ്പ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ഗ്യാപ്പുകളായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ചില റൂമുകളിലൊക്കെ പലതും പല കളറുകളായിരിക്കും പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് മാറ്റുന്ന സമയത്ത് ആ പൊട്ടി ഉൾപ്പെടെ പൊളിഞ്ഞു പോന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു മെയിൻ്റനൻസ് പറയുന്നത് ഹൈലി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഈ സ്വിച്ച് ബോർഡുകൾ വളരെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്ത് ഏത് ബോക്സാണോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ ബോക്സിൻ്റെ സെയിം ലെവലിൽ വേണം തേപ്പ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പല മോഡൽ കമ്പനികളും വരുന്നുണ്ട്. അത് പല ടൈപ്പ് കമ്പനികളിൽ വരുന്ന GMൻ്റെ കർവ് എന്ന മോഡലിലാണെങ്കിൽ കുറച്ചുകൂടി പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. ഇത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല. എന്നാൽ ഒരുപാട് പ്രൊജക്ഷനൊന്നുമല്ല. പക്ഷേ ലെഗ്രാൻഡ് പോലുള്ള കമ്പനികളിലാണെങ്കിൽ കറക്റ്റായിരിക്കും. അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോൾ അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വീഴില്ല. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ പ്രൊജക്ഷൻ ഇട്ടിട്ട് തേപ്പിന് വേണ്ടിയിട്ടൊരു പ്രൊജക്ഷൻ ഇട്ടിട്ടാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഫിനിഷിംഗ് സ്റ്റേജ് ഇതുപോലെ നമുക്ക് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തേക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നും ആ സ്വിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യണമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അത് തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്ത് സംഭവിക്കുമെന്നും, അതായത് എന്ത് പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time